നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും 1 സെക്കൻഡ് വീഡിയോയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സെറോദയുടെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ഏറ്റവും പുതിയ സ്റ്റെപ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് 5 അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വളരെ അനായാസമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, സെറോദ നല്ലൊരു ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ഫെസിലിറ്റി വർഷങ്ങളായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നല്ല ആക്റ്റീവ് ക്ലയൻസോട് കൂടി നല്ല രീതിയിൽ ഈ ഒരു ഫീൽഡിൽ സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവർ നല്ലൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ബേസിക് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കി അത് എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഒന്നാമത് നമുക്ക് വേണ്ട ഡോക്യുമെൻ്റ് ആണ് ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, നമ്മുടെ ഒരു സിഗ്നേച്ചർ ഒരു വെള്ള പേപ്പറിൽ ഇട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കണം. അതുപോലെ തന്നെ പാൻ കാർഡിൻ്റെ കോപ്പി ഒരു വെള്ള പേപ്പറിൽ എടുത്ത് അതിൻ്റെ അകത്ത് സൈൻ ഇട്ട് അതിൻ്റെ ഒരു ഫോട്ടോ. അതുപോലെ തന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് F&O സെക്ഷൻ ആക്റ്റീവ് ചെയ്യണമെങ്കിൽ മാത്രം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യം ഉള്ളൂ. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് നമുക്ക് ITR റിട്ടേൺ, അല്ലെങ്കിൽ നമുക്ക് മിനി സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്കിൻ്റെ മിനി സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയറിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോവുക. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കും, സെറോദ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക്. അപ്പം ആ ഒരു ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കൃത്യമായ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. അപ്പം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആദ്യം തന്നെ ഓപ്പൺ ആകുന്നത് ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങളുടെ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇവർ ചോദിക്കുന്നത് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഇമെയിൽ ID, ഈ 2 കാര്യങ്ങളും അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 7 സ്റ്റെപ്സാണ് അക്കൗണ്ട് ഓപ്പണിങ്ങിനുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്സിൽ നമ്മൾ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് അടിക്കേണ്ടത്. അപ്പോൾ പാൻ കാർഡിൻ്റെ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വിറ്റിയിലും കറൻസി, കമ്മ്യൂണിറ്റി ഈ സെക്ഷൻസ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് നമ്മൾ 200 രൂപയാണ് ഇവരുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് ആയിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ F&O സെക്ഷൻ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസും കൂടെ ആക്റ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ 100 രൂപയും കൂടെ കൂട്ടി 300 രൂപ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് 300 രൂപ അടച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ 300 രൂപ തന്നെ അടയ്ക്കുക. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു 300 രൂപ വളരെ വലിയൊരു ഫീസല്ല. ഇത് വലിയൊരു നമ്മൾ മുമ്പോട്ട് പോകാനുള്ള ഒരു ജേണിയിൽ ഈ ഒരു 300 രൂപ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു എമൗണ്ട് അല്ല. അപ്പം നല്ലൊരു പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് 300 രൂപ ഒരിക്കലും ഒരു കൂടിയ എമൗണ്ട് അല്ല, ഇത് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാനിവിടെ F&O സെക്ഷൻ എനേബിൾ ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു ഡെമോയാണ് കാണിക്കുന്നത്, അതുകൊണ്ട്. അപ്പം ഇവിടെ 200 രൂപയാണ് എനിക്ക് പേ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് UPI അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം പേ ആൻഡ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നമ്മൾ പേയ്മെൻറ്റ് നടത്തുക. അത് നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്ങോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള മെത്തേഡ് അത് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആധാർ KYC ഡിജിലോക്കറിൽ നിന്ന് ഇവരുടെ കയ്യിലേക്ക് ഒന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് കണ്ടിന്യൂ ടു ഡിജിലോക്കർ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സെറോദയുടെ ഇവിടെ ആധാർ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട്. ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ക്യാപ്ച ഇവിടെ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഡിജിലോക്കറിൽ നിന്ന് സെറോദയിലേക്ക് എടുക്കുന്നതിന് വേണ്ടി ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അലോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അവർ സെറോദയിലേക്ക് എടുത്തിട്ടുണ്ട്. സെറോദയുടെ ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഡിജിലോക്കറിൽ നിന്ന് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3ലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ പ്രൊഫൈൽ സെക്ഷനാണ്. നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഫാദേഴ്സ് നെയിം, ഫാദേഴ്സ് ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, മദേഴ്സ് നെയിം, അതുപോലെ തന്നെ ആനുവൽ ഇൻകം ഒക്കെ ഏകദേശം അടിച്ചു കൊടുക്കുക. ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് അടിച്ചു കൊടുക്കുക ഏകദേശം. പിന്നെ ഒക്യുപ്പേഷൻ, പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ഓർ നോട്ട്, അത് യെസ് ആണെങ്കിൽ പൊളിറ്റിക്കലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നോ അടിച്ചു കൊടുക്കാം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3ാമത്തെ സെക്ഷനും കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ വരേണ്ടത് 4ാമത്തെ സെക്ഷനാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഈ ഒരു സെറോദയുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യമേ IFSC കോഡ്, അതുപോലെ തന്നെ MICR കോഡ്,
അക്കൗണ്ട് നമ്പർ 2 തവണ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഒരു സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റെപ്പ് നമ്പർ 5ലേക്ക് എത്തിയിരിക്കുന്നു. വെബ് ക്യാം വെരിഫിക്കേഷൻ, IPV വെരിഫിക്കേഷൻ. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടായിരിക്കും, 4 അക്ക നമ്പർ. അപ്പോൾ ഏതാണോ നിങ്ങളുടെ മൊബൈലിൽ തെളിഞ്ഞു വരുന്ന നമ്പർ, ആ ഒരു നമ്പർ ഒരു വെള്ള പേപ്പറിൽ വ്യക്തമായിട്ട് എഴുതുക. ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ വ്യക്തമായിട്ട് എഴുതുക. എഴുതിയതിന് ശേഷം കണ്ടിന്യൂ എന്ന ക്യാപ്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ആ ഒരു എഴുതിയിരിക്കുന്ന നമ്പർ പിടിച്ചുകൊണ്ട് ഒരു സെൽഫി എടുക്കുക. അപ്പോൾ നിങ്ങളുടെ മുഖം ഉണ്ടായിരിക്കണം വ്യക്തമായിട്ട്, നിങ്ങൾ വൈറ്റ് പേപ്പറിൽ എഴുതിയിരിക്കുന്ന നമ്പറും വ്യക്തമായിട്ടുണ്ടായിരിക്കണം. ഈ ഒരു കംപ്ലീറ്റ് ഫോട്ടോ എടുത്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 6ലേക്ക് വന്നിരിക്കുന്നു. കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമതിൻ്റെ അത് ഇൻകം പ്രൂഫാണ്. ഇത് F&O സെക്ഷനും കൂടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം പ്രൂഫ് ആവശ്യമുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾക്ക് 6 മാസത്തെ മിനി സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് ITR റിട്ടേൺ, അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ നമുക്ക് ഈ ഡ്രോപ്പ് ഡൗണിൽ കിട്ടും. അതിൻ്റെ അകത്ത് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി സിഗ്നേച്ചർ എന്നുള്ളിടത്ത് നമുക്ക് നമ്മുടെ വൈറ്റ് പേപ്പറിൽ നമ്മുടെ സിഗ്നേച്ചർ ഇട്ട് അതിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി കോപ്പി ഓഫ് പാൻ, ഇവിടെ എഴുതിയിട്ടുണ്ട് സൈൻഡ് കോപ്പി ഓഫ് യുവർ പാൻ കാർഡ്. നമ്മളൊന്ന് ജസ്റ്റ് സൈൻ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടാണ് നമ്മളിവിടെ പാൻ കാർഡ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നോമിനി ആഡ് ചെയ്യാം. നോമിനി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ നോമിനി ആഡ് ചെയ്യുന്ന സമയത്ത് നോമിനിയുടെ അഡ്രസ്സും കാര്യങ്ങളും ID പ്രൂഫും കാര്യങ്ങളൊക്കെ മാത്രം മതി. അതും കൂടെ ആഡ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോവുക. കണ്ടിന്യൂ ആൻഡ് നമുക്ക് മുമ്പോട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തെടുത്ത് മുമ്പോട്ട് പോകാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലെത്തിയിരിക്കുന്നു. ഇലക്ട്രോണിക് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തു. ഇപ്പോൾ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇലക്ട്രോണിക് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ടു സൈൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ ഫില്ല് ചെയ്ത ഫോം കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം കണ്ടിന്യൂ സൈൻ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ NSDLൻ്റെ വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. അത് സെൻഡ് OTP എന്നേ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക OTP അടിച്ചതിന് ശേഷം. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചറും ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇക്വിറ്റിയിൽ ഇങ്ങനെ ഒരു ഗ്രീൻ ടിക്ക് മാർക്ക് വരും. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഫിനിഷ് എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കൺഗ്രാജുലേഷൻ, 72 മണിക്കൂറിനുള്ളിലായിട്ട് നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ഒരു മെയിൽ വരും. അതിൻ്റെ അകത്തൊരു യൂസർ ID കിട്ടും. ആ ഒരു യൂസർ ID വെച്ചാണ് ഇനി നമുക്ക് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്ലേ സ്റ്റോറിൽ കൈറ്റിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ഇമെയിൽ IDയിൽ തന്നെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകാം. ഇവിടെ ലോഗിൻ ടു കൈറ്റ് എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ പാസ്വേഡ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യേണ്ടത് ഫോർഗോട്ട് യൂസർ ID ആൻഡ് പാസ്വേഡ് എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇത് തിരഞ്ഞെടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഐ റിമെമ്പർ മൈ യൂസർ ID എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ലഭിക്കും. അതിനുശേഷം നിങ്ങളുടെ യൂസർ ID അടിച്ചു കൊടുക്കുക, പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക, SMS-ൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ സെലക്ട് ചെയ്യാം. SMS ആണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പം ഈ ക്യാപ്ച അതുപോലെ തന്നെ താഴെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം റീസെറ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക്, ഇവിടെ അടിച്ചു കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വീണ്ടും OTP വരുന്നതായിരിക്കും. OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് റീസെറ്റ് പാസ്വേഡ്, നമുക്ക് പാസ്വേഡ് പുതിയത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 തവണ ഒന്ന് പാസ്വേഡ് അടിച്ചു കൊടുക്കുക, സെയിം ആയിട്ടുള്ള പാസ്വേഡ് വീണ്ടും അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പാസ്വേഡ് ഇനി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 2 ഫാക്ടർ പിൻ, അപ്പോൾ നമുക്കൊരു 6 ഡിജിറ്റ് പിന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് മുമ്പോട്ട് ലോഗിൻ ചെയ്യാനും പുറത്തോട്ട് ഇറങ്ങാനും വേണ്ടി 6 അക്ക ഉള്ള ഒരു പിൻ ഇവിടെ അടിച്ചു കൊടുക്കുക. സെയിം ആയിട്ട് ആ പിൻ താഴെയും കൂടെ അടിച്ചു കൊടുക്കുക. അപ്പം ഈ ഒരു പാസ്വേഡും പിൻ നമ്പറും ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ പാസ്വേഡും പിൻ നമ്പറും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സെറോദയുടെ കൈറ്റിലേക്ക് കടക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഇനി ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഒരുപാട് സ്റ്റോക്സിൻ്റെ ലിസ്റ്റും ഹോം പേജൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏത് സ്റ്റോക്ക് എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും, അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ചാർട്ട്സ് നോക്കി പഠനങ്ങൾ നടത്താനും, ടെക്നിക്കൽ അനാലിസിസ് നടത്താനും, ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയും വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. ആർക്ക് വേണമെങ്കിലും മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾ ചോദിക്കുക. തീർച്ചയായിട്ടും റിപ്ലൈസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്ന ലിങ്ക് തന്നെ ഉപയോഗിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം തയ്യാറാക്കി വെക്കുക. അതിനുശേഷം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ശരിയായ വെബ്സൈറ്റിൽ കയറി ശരിയായ അക്കൗണ്ട് ഓപ്പണിങ് ചെയ്യാൻ നോക്കുക. അപ്പം ഇത്രയും സിമ്പിളാണ്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ.